ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജേറിന്റെ ജാമ്യഹർജി തള്ളി. കോഴിക്കോട് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അന്വേഷണവുമായി ബുജേർ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ലഹരി പരിശോധനയ്ക്കെത്തിയ കുന്നമംഗലം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലാണ് പി.കെ. ബുജേറിനെ 2-ാം തീയതി കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്നാണ് ഇന്ന് പി.കെ. ബുജേർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടും പ്രോസിക്യൂഷൻ വാദവും അംഗീകരിച്ച കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബുജേറിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പി.കെ. ബുജേർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ചയാൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണിന്റെ ലോക്ക് തുറന്നു നൽകാൻ പോലും ബുജേർ തയ്യാറായിരുന്നില്ല. ഫോൺ പരിശോധിച്ചാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനായി പി.കെ. ബുജേറിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നാർക്കോട്ടിക്സ് കേസിലെ പ്രതി റിയാസിന്റെ ഫോണിൽ നിന്ന് ബുജേറുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. കുന്നമംഗലം ചൂലാംവയൽ വെച്ച് പി.കെ. ബുജേർ ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ചത് കഴിഞ്ഞ 2-ാം തീയതിയാണ്. ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.